എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. സർ, നമ്മുടെ MP ഫണ്ടിൽ നിന്ന് റോഡ് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് റോഡ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്, മൂവാറ്റുപുഴ മുതൽ ഇടുക്കിയിലേക്ക്. അതിനകത്ത് നമ്മൾ റോഡിൻ്റെ കാൽനട യാത്രക്കാർക്ക് നടക്കാവുന്ന അത്രയും ഒരു വീതിയേ നിലവിലുള്ളൂ. അതിനകത്തൊരു കാന മാന്തിയിട്ട് അതിൻ്റെ മുകളിലൊരു സ്ലാബ് മേഞ്ഞ് അവിടെ റോഡിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കാണുന്നത് റോഡിൻ്റെ വീതി കൂട്ടുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് പുറമ്പോക്ക് സ്ഥലങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടാണ് റോഡിന് വീതി കൂടുന്നത്. നടപ്പാത വരെ എടുത്ത് അവിടെ ഒരു സ്ലാബ് മേഞ്ഞിട്ടാണ് ഇവിടെ റോഡിന് വീതി കൂടുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ റോഡിൽ നിന്ന് ടോള് പിരിക്കുന്നുണ്ട്. അത് സാധാരണ ടോള് പിരിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ ആ ടോള് പിരിക്കുമ്പോൾ അത് ജനങ്ങൾക്കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു റോഡ് പണിതിട്ട് വേണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ശരി, ആരോടായിരുന്നു? റോയ്ക്ക് പോലോസിനോടായിരുന്നോ? ഇത് NH 85 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ ശ്രമഫലമായി 1250 കോടി രൂപയുടെ പദ്ധതികളാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ 1250 കോടി രൂപയുടെ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ ഫോറസ്റ്റിൻ്റെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങളിങ്ങ് വേണമൊക്കെ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ കണ്ടു കാണും, ഫോറസ്റ്റ് ആരംഭിക്കുന്ന സ്ഥലം തൊട്ട് ഒരിടത്തും തൂമ്പ കുത്തിയിട്ടില്ല, JCB തൊട്ടിട്ടില്ല, അവിടെ ഒരു ട്രഞ്ച് മാന്താൻ പറ്റിയിട്ടില്ല. ഒരിടത്തും ഈ ജില്ലയിൽ ഒരു പ്രവർത്തനവും നടത്താൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കത്തില്ല. അനാവശ്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇടപെടാൻ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ ആന ചവിട്ടിക്കൊന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഒരു നിലപാട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഇവിടെ കോൺഗ്രസുകാർ ഏറ്റെടുക്കുന്ന കേസ് ഇപ്പൊ ഫോറസ്റ്റിന്റെ വിഷയം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം, 1980 വന നിയമം, 86 വനസംരക്ഷണ നിയമം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് മാർക്സിസ്റ്റുകാരെ കുറ്റപ്പെടുത്താതെ ഇവിടെ നിന്ന് അകത്ത് കയറിപ്പോയ ഡീൻ കുര്യാക്കോസ് ഒരു സബ്മിഷൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നാളെ എന്തുണ്ടോ? ഒരു സബ്മിഷൻ ഉണ്ട്. എന്താണെന്നറിയോ? പാർലമെന്റില് മസാലദോശ കിട്ടണം എന്നൊരു പ്രമേയം പാസാക്കിയതായി പറഞ്ഞു കേട്ടു. എന്താണെന്നറിയാവോ, ഇവിടെ ഒരു സെക്കൻഡ് പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, ഷായിച്ചേട്ടൻ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചേട്ടൻ ഈ ദേശാഭിമാനി കൈരളിയും ഒന്ന് മാറ്റിപ്പിടിച്ച ഡീൻ കുര്യാക്കോസ് ഈ നാട്ടിൽ ചെയ്ത വികസനം എന്താണെന്ന് കൃത്യമായി താങ്കൾക്ക് അറിയാൻ സാധിക്കും. ഒന്നും മാറ്റിപ്പിടിക്കണ്ട. വിവരാവകാശ നിയമം അനുസരിച്ച് ഞാൻ പറയാം, കൈരളി വേണ്ട, കൈരളി മാറ്റണ്ട, ദേശാഭിമാനി മാറ്റണ്ട. വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും. ഞങ്ങൾ ചെയ്യുന്നത് കൃത്യമാണ്. പ്രകാരമുള്ള വിവരങ്ങളാണ് ഒരു സെക്കൻഡ്. ഇവിടെ ഇപ്പൊ ദേശാഭിമാനിയും കൈരളി മാറ്റിവെക്കുക, RTI പ്രകാരമുള്ളത് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഡീൻ കുര്യാക്കോസ് ഈ നാട്ടിൽ ചെയ്ത വികസനം, പാർലമെന്റിലെ ഇടപെടലുകളെ കുറിച്ചും കൃത്യമായ RTI നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് തരാം നിങ്ങൾക്ക് കൃത്യമായ RTI പ്രകാരമുള്ള വിവരങ്ങൾ. അല്ലാതെ ഈ നാടിലെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുള്ള ഒരു MP ആണ് ഡീൻ കുര്യാക്കോസ്. അതുകൊണ്ടല്ല ചോദിച്ചോ, അദ്ദേഹം പറഞ്ഞതിനോട് മറുപടി. ഇവിടെ ബഫർ സോൺ വിഷയത്തിൽ സഹകരിക്കും. ഇവിടെ ഒരു വരാം, നിങ്ങളിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നതിനും കൂടി നിങ്ങൾ മറുപടി പറയണം. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം. ഫോറസ്റ്റ് ഇവിടെ ഷാജിയുടെ പറഞ്ഞു, ഫോറസ്റ്റ് കേന്ദ്ര വിഷയമാണ്. കേന്ദ്ര വിഷയമായതുകൊണ്ടാണ് ഇവിടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തത്. കേന്ദ്രത്തിൻ്റെതാണ് കുഴപ്പമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുക, ജോയിസ് ജോർജ് ഇവിടെ MP ആയിരുന്നു 2014. അദ്ദേഹം നിങ്ങൾ കടന്നു വരുമ്പോൾ നേര്യമംഗലത്ത് പുതിയൊരു പാലം പണിയുന്നുണ്ട്. ആ പാലത്തിന്റെ സൈഡിൽ ഒരു ഷെഡും കെട്ടി അദ്ദേഹം 8 ദിവസം നിരാഹാരം കിടന്നു. ജോയിസ് ജോർജ്, ഷാജി പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ? 6 മൈൽ മുതൽ
അങ്ങോട്ട് പോകുന്ന മലയോര ഹൈവേ എന്ന് പറയുന്ന ഹൈവേയിൽ എളമ്പളാശ്ശേരിക്ക് അപ്പുറത്തേക്കുള്ള വനമേഖലയിലൂടെ 7 മീറ്റർ വീതിയിൽ ടി യു കുറുവിള പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ റോഡ് പണിതതിന് കരിങ്കിന് വീതി പോരാ, അത് 9 മീറ്റർ ആക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് ഈ പറയുന്ന ജോയിസ്. ജോയിസ് എം പി ആയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ആ കരിങ്ക് 5 മീറ്റർ വീതിയിൽ പൊളിച്ചു കളഞ്ഞു. 5 മീറ്റർ വീതിയിൽ പൊളിച്ചു കളഞ്ഞു. നമ്മളിപ്പോ അരിക്കമ്പനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴാണല്ലോ ജില്ല എന്തെന്നറിഞ്ഞത്. ഇടുക്കി ജില്ലയിൽ ഇത്ര വികസനമോ അല്ലേ? എവിടെയാ? മൂന്നാറിൽ നിന്ന് പൂപ്പാറ വഴി കുമളിക്ക് യാത്ര. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാത്തിന്റെയും പിതൃത്വം ഡീൻ കുര്യാക്കോസ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കഴിയില്ല, ഒരു സംശയവും വേണ്ട. ഡീനെ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ മഷിയിട്ട് നോക്കിയാൽ കാണില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ബഫർ സോൺ വിഷയത്തിൽ പട്ടേക്കാടും ഇടുക്കിയിലും കുമളിയിലും യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ പോലും മെനക്കെടാൻ ഇരിക്കാത്തയാളാ. ചുമ്മാ രാഷ്ട്രീയം പറയരുത്. നിങ്ങൾ പിന്നെ ചെയ്തു അല്ലേ? നമ്മുടെ ഒരു സഹോദരിയെ രാഷ്ട്രീയം കളിക്കണ്ട. ആന ചവിട്ടിക്കൊന്നു കാഞ്ഞിരവേലിയിൽ. എന്താ ചെയ്തത്? അവിടുത്തെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും മാത്യു കുഴൽനാടനും കുര്യാക്കോസും കയറി ആ മൃതശരീരം എടുത്ത് പൊതുവഴിയിൽ വെച്ച് രാഷ്ട്രീയം കളിച്ചവരല്ലേ? അല്ലേ? ഇവിടെ കിടന്ന് എന്ത് എനിക്ക് മനസ്സിലാവാത്ത ഈ ഭാഗത്ത് നിൽക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. താങ്കൾ നിരന്തരമായി ഇത് തടസ്സപ്പെടുത്തുന്നു എന്ന്. അങ്ങേക്ക് 2 തവണ മൈക്ക് തന്നു. സഹകരിക്കും. ശരി, അങ്ങേക്ക് മൈക്ക് തന്നു. സഹകരിക്കും.